ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ HSA സോഷ്യൽ സയൻസിൻ്റെ എക്കണോമിക്സിലെ സിലബസിൽ കൊടുത്തിട്ടുള്ള ഒട്ടുമിക്ക ടോപ്പിക്കുകളും നമ്മുടെ +1 +2 എക്കണോമിക്സിൻ്റെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ആ ചാപ്റ്ററുകൾ തന്നെയാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്കുകൾ. ഇതൊക്കെ നമ്മൾ ആൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത്തരത്തിലുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ടോപ്പിക്കുകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്, എക്കണോമിക്സിലെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ആ ഒരു ടെക്സ്റ്റുകളിലെ +1 +2 ടെക്സ്റ്റിലെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മുടെ സിലബസ് ഒരുവിധം ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന അവസാനത്തെ ക്ലാസ് ആണ്. അപ്പോൾ ആരെങ്കിലും ആ ക്ലാസ്സുകളൊക്കെ കാണാനുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളെല്ലാം കാണുക. ഒരു 8-9 ക്ലാസ്സുകളാണുള്ളത്. ആ ക്ലാസ്സുകൾ ഫുള്ളായിട്ട് നമ്മൾ എക്കണോമിക്സിൻ്റെ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും +1 +2 എക്കണോമിക്സിൻ്റെ ടെക്സ്റ്റിൽ നിന്നും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ എക്കണോമിക്സിൻ്റെ +1 +2 ടെക്സ്റ്റിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ പ്രധാനപ്പെട്ട എക്കണോമിക്സിലെ സിലബസിൽ നിന്നുള്ള എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 1-2 ടോപ്പിക്കുകൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. നമ്മൾ സ്ട്രക്ചർ ഓഫ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ്, അതേപോലെ കൺസെപ്റ്റ്സ് ഓഫ് ഫെഡറൽ ഫിനാൻസ്, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണ്. നമുക്ക് പ്രധാനപ്പെട്ട ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഒത്തിരി ഒന്നുമില്ല, കഴിഞ്ഞ ക്ലാസ്സിനെക്കാട്ടി കുറവാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത്രയും ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ആ 2 മൊഡ്യൂളിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് ഡെമോഗ്രഫി, കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതും ഒരുപാട് പഠിക്കാനില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പ്രധാനപ്പെട്ട ടഫായിട്ടുള്ള എക്കണോമിക്സിലെ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോസുകൾ താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്കണോമിക്സ് ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഗവൺമെന്റ് കമ്മി അല്ലെങ്കിൽ ഗവൺമെന്റ് ഡെഫിസിറ്റ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കിനകത്ത് നമുക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം നമുക്ക് കമ്മി എന്ന് പറഞ്ഞാൽ ഡെഫിസിറ്റ് എന്നാണ്. ഗവൺമെന്റിന്റെ കമ്മി എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് ഒരു ഗവൺമെന്റിന്റെ കമ്മി എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ, നമ്മളെപ്പോഴും എക്കണോമിക്സിൽ ഒരു സാമ്പത്തിക വർഷമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ വരുമാനത്തെക്കാൾ ചെലവ് കൂടുമ്പോൾ, സർക്കാരിന്റെ കിട്ടുന്ന വരുമാനത്തെക്കാൾ എന്തുണ്ടാകുന്നു, സർക്കാരിന് ചെലവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, ഗവൺമെന്റ് കമ്മി എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യുന്നു, അതിന്റെ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവഴിക്കുമ്പോൾ, കൂടുതൽ പണം ചെലവഴിക്കുന്ന സമയത്തുണ്ടാകുന്ന ധനപരമായിട്ടുള്ള ഒരു വിടവിനെയാണ് ഗവൺമെന്റ് കമ്മി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഗവൺമെന്റ് കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കാരിന്റെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറവുകളെയാണ് ഗവൺമെന്റിന്റെ കമ്മി എന്ന് പറയുന്നത്. അതായത് വരുമാനത്തെക്കാൾ ചെലവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഗവൺമെന്റ് കമ്മി അല്ലെങ്കിൽ ഗവൺമെന്റ് ഡെഫിസിറ്റ്. അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ, നമുക്ക് ഈ കമ്മിയെ പ്രധാനമായിട്ടും, കമ്മി എന്ന് പറയുമ്പം ഡെഫിസിറ്റിനെ പ്രധാനമായിട്ടും നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെയാണ് റവന്യൂ കമ്മി, റവന്യൂ ഡെഫിസിറ്റ്, അതുപോലെ ധനക്കമ്മി, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രാഥമിക കമ്മി, പ്രൈമറി ഡെഫിസിറ്റ് എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തെ ഇതെല്ലാം സെയിം ആണ്. റവന്യൂ എന്താണ്, റവന്യൂ ചെലവുകൾ എന്താണ്, റവന്യൂ വരുമാനം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ റവന്യൂ ചെലവ് റവന്യൂ വരവിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ റവന്യൂ കമ്മി എന്ന് പറയാം. നമുക്കറിയാം കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും ചെലവായിരിക്കും കൂടുതൽ, അല്ലേ? അപ്പം റവന്യൂ ചെലവ് റവന്യൂ വരവിനേക്കാൾ എന്താണ്, കൂടുതലാണെങ്കിൽ അത് നമുക്കിനെ റവന്യൂ കമ്മി എന്ന് പറയാം. അവിടെ ഒരു ഇക്വേഷൻ കൊടുത്തുകൊണ്ട് റവന്യൂ കമ്മി ഈസ് ഈക്വൽ ടു റവന്യൂ ചെലവ് മൈനസ് റവന്യൂ വരവ്. നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രസ്താവന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. റവന്യൂ കമ്മി എന്നതുകൊണ്ട് താഴെ പറയുന്ന അല്ലെങ്കിൽ റവന്യൂ കമ്മിയുടെ ഇക്വേഷൻ ഏതാണെന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. റവന്യൂ ചെലവ് മൈനസ് റവന്യൂ വരവാണ് റവന്യൂ കമ്മി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പൊ റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ റവന്യൂ വരുമാനത്തെക്കാൾ, അതായത് നമ്മുടെ റവന്യൂ വരുമാനം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും അതിനകത്ത്, നികുതി വരുന്നുണ്ട്, അല്ലെ, ഫീസ് വരുന്നുണ്ട്, ഇതൊക്കെ റവന്യൂ വരുമാനമാണ്. അപ്പൊ ആ റവന്യൂ വരുമാനത്തെക്കാൾ റവന്യൂ ചെലവ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരും, ശമ്പളമുണ്ട്, സബ്സിഡി ഉണ്ട്, അല്ലെ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം ആ റവന്യൂ ചെലവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന കമ്മിയാണ് റവന്യൂ കമ്മി എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ദൈനംദിന ചെലവുകൾക്ക് പോലും വരുമാനം തികയുന്നില്ല എന്നതിന്റെ ഒരു സൂചനയാണ് റവന്യൂ കമ്മി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഗവൺമെന്റ് ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റവന്യൂ കമ്മിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? ഓക്കെ, അപ്പൊ റവന്യൂ കമ്മി ഭാവിയിൽ തിരിച്ചടയ്ക്ക് ബാധ്യത സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭരണത്തിലെ പാഴ്ചെലവാണ്.
നികുതി ഭാരം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ റവന്യൂ കമ്മിയുമായി ബന്ധപ്പെട്ട് പ്രസ്താവന രീതിയിൽ ചോദിക്കാം. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതേപോലെ ഗവൺമെന്റിന്റെ ഭരണത്തിലൊരു പാഴ്ചെലവാണ് നികുതി ഭാരം വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റിലേക്ക് പോവുകയാണ്. ധനക്കമ്മി അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ധനക്കമ്മി എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റിന്റെ മൊത്തം ചെലവ് വായ്പ ഒഴികെയുള്ള മൊത്തം വരവിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ ധനക്കമ്മി എന്ന് പറയാം. അതായത് സർക്കാരിന്റെ മൊത്തം ചെലവ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? റവന്യൂ ഉണ്ട്, മൂലധന ചെലവുകളുണ്ട് അല്ലേ? ഇതെല്ലാം ഉൾപ്പെടെയാണ് മൊത്തം ചെലവെന്ന് പറയുന്നത്. അപ്പം ആ മൊത്തം ചെലവിൽ നിന്ന് മൊത്തം വരുമാനം, കടമെടുപ്പ് ഒഴികെയുള്ള മൊത്തം വരുമാനം, കടമെടുക്കുന്ന കൂട്ടുന്നില്ല, കടമെടുപ്പ് ഒഴികെയുള്ള മൊത്തം വരുമാനം കുറയ്ക്കുമ്പം നമുക്ക് ലഭിക്കുന്നതാണ് എന്ത്? ധനക്കമ്മി എന്ന് പറയുന്നത്. ഓക്കെ, സർക്കാരിന് കടമെടുക്കേണ്ടി വരുന്ന മൊത്തം തുകയുടെ സൂചനയാണ് ആ ധനക്കമ്മി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ധനക്കമ്മിയുടെ ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്ത വരുമാനം, അല്ലെങ്കിൽ ധനക്കമ്മി നമുക്ക് ഇങ്ങനെയും പറയാം, മൊത്തം ചെലവ് മൈനസ് കടമല്ലാത്ത മൂലധന വരുമാനം. ഓക്കെ, റവന്യൂ വരുമാനം അധികം കടമല്ലാത്ത മൂലധന വരുമാനം, അല്ലെങ്കിൽ മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരവെന്ന് നമുക്ക് ധനക്കമ്മിയെ സൂചിപ്പിക്കാം. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പം ധനക്കമ്മി എന്താണെന്ന് മനസ്സിലായല്ലോ. ഗവൺമെന്റിന്റെ മൊത്തം ചെലവ് വായ്പ ഒഴികെയുള്ള മൊത്തം വരവിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്കതിനെ ധനക്കമ്മി എന്ന് പറയാം. അപ്പം വായ്പകൾ ബാധ്യത ഉണ്ടാക്കുന്ന മൂലധന വരുമാനമാണ്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? എല്ലാ വായ്പകളും ബാധ്യത ഉണ്ടാക്കുന്ന ഒരു മൂലധന വരുമാനമാണ്. അതുകൊണ്ട് തന്നെ വായ്പകൾ കടബാധ്യത ഉണ്ടാക്കാത്ത മൂലധന വരവുകളിൽ ഉൾപ്പെടുന്നില്ല. വായ്പ വീണ്ടെടുക്കൽ, ഓഹരി വിറ്റഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം, അതൊക്കെ കടബാധ്യത ഉണ്ടാക്കാത്ത മൂലധന വരവുകൾക്ക് ഉദാഹരണങ്ങളാണ്. കടബാധ്യത ഉണ്ടാക്കാത്ത മൂലധന വരവുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? വായ്പ വീണ്ടെടുക്കൽ, ഓഹരി വിറ്റഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ധനക്കമ്മിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫിസ്ക്കൽ ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളാണ്. ധനക്കമ്മി ഉയർന്ന പണപ്പെരുപ്പത്തിലേക്കും സ്ഥൂല സാമ്പത്തിക അസ്ഥിരതയിലേക്കും നയിക്കുന്നു. മനസ്സിലായല്ലോ? ധനക്കമ്മി എന്ത് ഉണ്ടാക്കുന്നുണ്ട്? പണപ്പെരുപ്പം, ഉയർന്ന പണപ്പെരുപ്പത്തിലേക്കും സ്ഥൂലം എന്ന് പറയുമ്പോൾ മാക്രോ എക്കണോമിക്സ്, നമ്മൾ പഠിച്ച മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം നമ്മൾ ആൾറെഡി ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പൊ ഈ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതയിലേക്ക് നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടക്കണിയിലേക്ക് രാജ്യത്തെ നയിക്കുന്നത്, ധനക്കമ്മി കൂടുന്നത് കടക്കണിയിലേക്ക് രാജ്യത്തെ നയിക്കുന്നു. ഭാവിയിലെ വളർച്ചയും വികസനവും കുറയ്ക്കുന്നതൊക്കെ ധനക്കമ്മിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ധനക്കമ്മി കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളാണ്. പിന്നീട് വരുന്നതാണ് പ്രാഥമിക കമ്മി അല്ലെങ്കിൽ പ്രൈമറി ഡെഫിസിറ്റ്. അതായത് പലിശ അടവ് കഴിഞ്ഞതിന് ശേഷമുള്ള അധിക ധനക്കമ്മിയെയാണ് പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെച്ചേക്കണേ. പലിശ അടവ് കഴിഞ്ഞതിന് ശേഷമുള്ള അധിക ധനക്കമ്മിയെയാണ് പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. അതായത് ധനക്കമ്മിയിൽ നിന്ന് മുൻകാലഘട്ടങ്ങളിൽ എടുത്തിട്ടുള്ള കടങ്ങളുടെ പലിശ തിരിച്ചടവ് ഒഴിവാക്കുമ്പോൾ ലഭിക്കുന്നതിനെയാണ് പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു? നിലവിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് എത്ര പണം കടമെടുക്കേണ്ടി വരും എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രാഥമിക കമ്മി കാണാൻ വേണ്ടിയിട്ട് മൊത്തം ധനക്കമ്മി കുറച്ചാൽ മതി? അറ്റ പലിശ ബാധ്യതകൾ കുറയ്ക്കുക. മൊത്തം ധനക്കമ്മിയിൽ നിന്നും എന്ത് ചെയ്യുന്നു? അറ്റ പലിശ ബാധ്യതകൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്രാഥമിക കമ്മി കിട്ടും. അല്ലെങ്കിൽ ധനക്കമ്മിയിൽ നിന്നും പലിശ അടവുകൾ കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? പ്രാഥമിക കമ്മി കിട്ടും. ധനക്കമ്മി മൈനസ് പലിശ അടവുകൾ, അല്ലെങ്കിൽ മൊത്തം ധനക്കമ്മി മൈനസ് അറ്റ പലിശ ബാധ്യതകൾ. പലിശ അടവുകൾ അല്ലെങ്കിൽ അറ്റ പലിശ ബാധ്യതകൾ സെയിം ആണ്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പൊ കമ്മി എന്താണെന്ന് മനസ്സിലായല്ലോ. സർക്കാരിന്റെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറവുകളെയാണ് കമ്മി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് കമ്മി എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ വരുമാനത്തെക്കാൾ ചെലവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ സർക്കാർ അതിന്റെ വരുമാനത്തെക്കാൾ കൂടുതൽ പണം ചെലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ധനപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഗവൺമെന്റിന്റെ കമ്മി എന്ന് പറയുന്നത്. അതിനെ റവന്യൂ കമ്മിയെന്നും ധനക്കമ്മിയെന്നും പ്രാഥമിക കമ്മിയെന്നും നമുക്ക് 3ആയിട്ട് തിരിക്കാം. റവന്യൂ കമ്മി കാണാൻ റവന്യൂ ചെലവിൽ നിന്നും റവന്യൂ വരവ് കുറയ്ക്കുക. ധനക്കമ്മി കാണാൻ മൊത്തം ചെലവിൽ നിന്നും വായ്പ ഒഴികെയുള്ള മൊത്തം വരവ് കുറയ്ക്കുക. പ്രാഥമിക കമ്മി കാണാൻ വേണ്ടിയിട്ട് മൊത്തം ധനക്കമ്മിയിൽ നിന്നും അറ്റ പലിശ ബാധ്യതകൾ കുറയ്ക്കുക. വേണമെങ്കിൽ ഒരു കണക്ക് നമുക്ക് തരാം, ഒരു ആക്ടിവിറ്റി ആയിട്ട്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ട് ഇത് കാണാൻ വേണ്ടി ചോദിക്കാം. അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഈ എക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് ധനനയം, ഫിസ്ക്കൽ പോളിസി, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ധനനയം എന്താണ്, ഫിസ്ക്കൽ പോളിസി എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. പൊതുചെലവ്, നികുതി ചുമത്തൽ, കടം വാങ്ങൽ എന്നിവ സംബന്ധിച്ചിട്ടുള്ള ഗവൺമെന്റിന്റെ നയത്തെയാണ് ധനനയം. മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ധനനയം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുചെലവ്, ഗവൺമെന്റിന്റെ പൊതുചെലവ്, അതുപോലെ ഗവൺമെന്റ് നികുതി ചുമത്തുന്നത്, ഗവൺമെന്റിന്റെ കടം വാങ്ങുന്നത്, അവയൊക്കെ സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ ഒരു നയമാണ്, ഒരു പോളിസിയാണ് എന്തെന്ന് പറയുന്നത്? ഫിസ്ക്കൽ പോളിസി, ധനനയം എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റ് ആയ JM കെയ്ൻസ്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം തന്നെ ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്
ഇൻട്രസ്റ്റ് ആൻഡ് മണി, ഈ ടെക്സ്റ്റ് ഒക്കെ നമുക്ക് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ആ ടെക്സ്റ്റിൽ ധനനയത്തിന്റെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാണുന്നു. അപ്പൊ ഫിസിക്കൽ പോളിസി, ധനനയത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്ന ഈ ടെക്സ്റ്റ് ആരെ എഴുതിയതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ധനനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ടെക്സ്റ്റ് എഴുതിയത് ആരാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇതൊക്കെ ആരാണ്? ജെയിംസ് കെയ്ൻസ് ആണ്. അപ്പൊ അദ്ദേഹം ഈ ഒരു ധനനയത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുകയും സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുവാൻ വേണ്ടി ഗവൺമെന്റ് ധനനയം ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. വേണമെങ്കിൽ ഒന്ന് ചോദിച്ചേക്കാം, മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതുപോലെ മറ്റൊരു കാര്യമാണ് ക്രൗഡിങ് ഔട്ട്. ക്രൗഡിങ് ഔട്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കണം? ഈ ഗവൺമെന്റിന്റെ കമ്മികൾക്ക്, ഈ ഡെഫിസിറ്റിന് പിന്നെ സമ്പദ് വ്യവസ്ഥയിൽ വിവിധ തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ക്രൗഡിങ് ഔട്ട് എന്ന് പറയുന്നത്. അതായത് പലിശ നിരക്കുകൾ ഈ വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നു. അതായത് നമ്മുടെ ഗവൺമെന്റ് കമ്മികൾ ഇങ്ങനെ വരുന്ന സമയത്ത്, ഗവൺമെന്റിന്റെ കമ്മി വരുന്ന സമയത്ത് സമ്പദ് വ്യവസ്ഥയിൽ വിവിധ തരത്തിൽ എന്ത് ചെയ്യുന്നു? പല പല സ്വാധീനങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവുന്നുണ്ട്. അതിലൊന്നാണ് കടമെടുപ്പ് വർദ്ധിക്കും. നമുക്ക് എന്ത് കൂടുമ്പം, ഈ കമ്മി കൂടുന്ന സമയത്ത് നമ്മൾ കടമെടുക്കാൻ എന്ത് ചെയ്യുന്നു? സർക്കാർ നിർബന്ധിതരാകുന്നു. അതായത് കമ്മി നികത്താൻ വേണ്ടിയിട്ട് സർക്കാർ എന്ത് ചെയ്യുന്നു? കൂടുതൽ കടമെടുക്കേണ്ടി വരും. അപ്പൊ ഇതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആലോചിച്ചാൽ മതി. അപ്പൊ ഇത് രാജ്യത്തിനെ മൊത്തം കടം വർദ്ധിപ്പിക്കുകയും ഭാവി തലമുറകൾക്ക് ഭാരമായി വരികയൊക്കെ ചെയ്യാറുണ്ട് ഈ കടമെടുപ്പ് എന്ന് പറഞ്ഞപ്പോൾ. നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുന്നു? കടമെടുക്കുന്നത് വരുന്ന സർക്കാരുകൾക്കും നമ്മുടെ ജനങ്ങൾക്കും എന്താണതൊരു തിരിച്ചടിയാണ്. അതുപോലെ പലിശ നിരക്കുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ വലിയ തോതിൽ കടമെടുക്കുമ്പോൾ വിപണിയിൽ എന്ത് ചെയ്യുന്നു? പണത്തിന്റെ ലഭ്യത കുറയുന്നു, പലിശ നിരക്കുകൾ വർദ്ധിക്കുന്നു. ഇതെല്ലാം എന്താണ്? സ്വകാര്യ നിക്ഷേപങ്ങളെയും സാമ്പത്തിക വളർച്ചയ്ക്ക് ദോഷമായിട്ട് ബാധിക്കുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ക്രൗഡിങ് ഔട്ട് എന്ന് പറയുന്നത്. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? വലിയ തുക കടം വാങ്ങുമ്പം സ്വകാര്യ മേഖലയ്ക്ക് നിക്ഷേപം നടത്താനുള്ള പണത്തിന്റെ കുറവ് സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തെയാണ് ക്രൗഡിങ് ഔട്ട് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. താഴെ പറയുന്നവയിൽ ഇപ്പൊ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരും. ഗവൺമെന്റ് വലിയ തുക കടം വാങ്ങുന്ന സമയത്ത് സ്വകാര്യ മേഖലയ്ക്ക് നിക്ഷേപം നടത്താനുള്ള പണത്തിൽ കുറവ് സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തെ താഴെ പറയുന്ന ഏത് പേരിൽ അറിയപ്പെടുന്നു? എന്നിട്ട് 4 ഓപ്ഷനിൽ നമുക്ക് 4 ഓപ്ഷൻസ് നമുക്ക് കാണും. അപ്പൊ അതിൽ ക്രൗഡിങ് ഔട്ട് ആണെന്നത് മനസ്സിലാക്കണം. ഒരു കമ്മിക്കെതിരായിട്ടുള്ള ഒരു വീക്ഷണമാണ് ക്രൗഡിങ് ഔട്ട് എന്ന് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. കമ്മിക്കെതിരെയുള്ള ഒരു വീക്ഷണമാണ് ക്രൗഡിങ് ഔട്ട്. ഓക്കെ ആണല്ലോ. അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ് റിക്കാർഡിയൻ തുലനം, റിക്കാർഡിയൻ ഇക്വലൻസ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. കേട്ടുണ്ടെങ്കിലും കേട്ടില്ലെങ്കിലും മനസ്സിലാക്കി വെച്ചിരിക്കുക. ഗവൺമെന്റ് കട ഒരു ബാധ്യതയാണെന്ന വീക്ഷണത്തെ എതിർക്കുന്ന വാദഗതിയാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് കടം ഒരു ബാധ്യതയാണെന്ന വീക്ഷണത്തെ, ഗവൺമെന്റിന്റെ കടം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാധ്യതയാണെന്ന് ഒരു വീക്ഷണം ഉണ്ടെങ്കിൽ ആ വീക്ഷണത്തെ എതിർക്കുന്ന വാദഗതിയാണ് റിക്കാർഡിയൻ തുലനം എന്ന് പറയുന്നത്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയ ഡേവിഡ് റിക്കാർഡോയാണ് ഈ ഒരു കൺസെപ്റ്റിന് പിന്നിൽ. അദ്ദേഹത്തിന്റെ പേര് തന്നെ അതിനെ കൊണ്ടുവന്നിട്ടുള്ള ഇക്വലൻസ്, റിക്കാർഡിയൻ ഇക്വലൻസ്. ഗവൺമെന്റ് വായ്പ എടുക്കുന്നതനുസരിച്ച് ജനങ്ങൾ തങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുമെന്ന് ആര് വാദിച്ചു? റിക്കാർഡോ വാദിച്ചു. അതാണ് റിക്കാർഡിയൻ തുലനം, റിക്കാർഡിയൻ ഇക്വലൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് കട ഒരു ബാധ്യതയാണെന്ന വീക്ഷണത്തെ എതിർക്കുന്ന വാദഗതി എങ്ങനെ വിളിക്കാം? റിക്കാർഡിയൻ തുലനം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് കമ്മിയാണ്, ഗവൺമെന്റ് കമ്മി, ഗവൺമെന്റ് ഡെഫിസിറ്റ് ആണ് പറഞ്ഞത്, റവന്യൂ കമ്മി, ധനക്കമ്മി പറഞ്ഞു, പ്രാഥമിക കമ്മി പറഞ്ഞു, ഫിസ്ക്കൽ പോളിസി ധനനയം എന്താണെന്ന് പറഞ്ഞു, ജെയിംസ് കെയ്ൻസിന്റെ ടെക്സ്റ്റ് പറഞ്ഞു, ക്രൗഡിങ് ഔട്ട് എന്താണെന്ന് പറഞ്ഞു, റിക്കാർഡിയൻ തുലനം എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച FRBMA എന്ന് പറയുന്ന ആ ഒരു ആക്ട്. നമുക്ക് എന്നായിരുന്നു വന്നത്? 2003 ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് 2003 എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് +2 പിള്ളേരുടെ ടെക്സ്റ്റിൽ അത്യാവശ്യം വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പ്രധാനമായിട്ട് ഒരു 10 പോയിന്റുകൾ നമ്മൾ പഠിക്കുകയാണ്. നമുക്ക് നഷ്ടമൊന്നുമില്ല. ഇതുകൊണ്ട് നേട്ടമുണ്ടോ ചോദിക്കുമോ എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ടെക്സ്റ്റിൽ ഉണ്ടായത് കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിച്ചു വെക്കുന്നു. പഠിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. ഇനി വന്നാൽ നമുക്കത് എന്താണ്? അതൊരു ബെനിഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് നോക്കാൻ പോവുകയാണ്. നിങ്ങളത് എഴുതി വെച്ചിട്ടൊന്ന് 1-2 വട്ടം ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ആൾറെഡി അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. 2003 ഈ ആക്ട് വരുന്നത്. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് FRBMA എന്ന് പറയുന്ന ഒരു ആക്ടാണ്. 2009 മാർച്ചോടെ ധനക്കമ്മി ഇല്ലാതാക്കണം എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. 2009 മാർച്ചോട് കൂടി ധനക്കമ്മി ഇല്ലാതാക്കണം, അതുപോലെ റവന്യൂ മിച്ചം ഉണ്ടാക്കണം എന്നുള്ള ആവശ്യമായിട്ട് വന്നൊരു ആക്ടാണ് FRBMA ആക്ട്. ഓരോ വർഷവും ധനക്കമ്മി GDPയുടെ 0.3% റവന്യൂ കമ്മി എന്ത് ചെയ്യണം? 0.5% കുറയ്ക്കണം എന്നതാണ് FRBMAയുടെ മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് RBIയിൽ നിന്ന്
അഡ്വാൻസ് വഴി മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ. അതും FRBMA ആക്ട് മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പാടില്ല? RBIയിൽ നിന്ന് എങ്ങനെ അഡ്വാൻസ് വഴി മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ. ധനപരമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത ഉണ്ടായിരിക്കണം. ധനപരമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത ഉണ്ടായിരിക്കണം. 2006-2007 ശേഷം പ്രാഥമിക കമ്പോളത്തിൽ ഗവൺമെന്റ് സെക്യൂരിറ്റികൾ RBI സബ്സ്ക്രൈബ് ചെയ്യരുത്. 2006-2007 ശേഷം പ്രാഥമിക കമ്പോളത്തിൽ ഗവൺമെന്റ് സെക്യൂരിറ്റികൾ എന്ത് ചെയ്യില്ല? RBI സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് ഇവരുടെ FRBMA എന്ന് പറയുന്ന ആ ഒരു ആക്ടിന്റെ ആവശ്യം. പ്രകൃതി ദുരന്തങ്ങൾ, അതേപോലെ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ, ഒഴിച്ചുകൂടാനാവാത്ത ചുറ്റുപാടുകൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ മാത്രമേ യഥാർത്ഥ കമ്മി ലക്ഷ്യമിട്ട കമ്മിയേക്കാൾ കൂടുതലാകാൻ പാടുള്ളൂ. അതേപോലെ ബജറ്റുമായി ബന്ധപ്പെട്ട വരവ് ചെലവുകളിലെ പ്രവണതകൾ 3 മാസം കൂടുമ്പം അവലോകനം ചെയ്ത് പാർലമെന്റിന് മുന്നിൽ സമർപ്പിക്കണം. പിന്നീട് 2016 നവംബറിൽ NK സിംഗിന്റെ അധ്യക്ഷതയിൽ ഗവൺമെന്റ് ഒരു FRBMA അവലോകന സമിതി രൂപീകരിച്ചു. അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് 2020 മാർച്ചോടുകൂടി GDP-യുടെ 3%, 2023 മാർച്ചോടുകൂടി 2.5% എന്ന നിലയിൽ ഗവൺമെന്റ് ധനക്കമ്മി ലക്ഷ്യമിടണമെന്ന് എന്ത് ചെയ്തു? ശുപാർശ ചെയ്തു. പിന്നീട് 2024 കുറച്ച് ശുപാർശകളുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025-26 ഈ സാമ്പത്തിക വർഷത്തോടുകൂടി സാമ്പത്തിക കമ്മി GDP-യുടെ 4.5% താഴെയാക്കുക. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. 2025-26 സാമ്പത്തിക വർഷത്തോടെ സാമ്പത്തിക കമ്മി GDP-യുടെ 4.5% താഴെയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഗവൺമെന്റിന്റെ ആക്ട് ഏതാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അത് FRBMA ആണെന്ന് മനസ്സിലാക്കുക. അതേപോലെ പൊതുകടം സുസ്ഥിരമായ തലത്തിലേക്ക് കൊണ്ടുവരിക, ബജറ്റ് തയ്യാറാക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും കൂടുതൽ സുതാര്യത ഉറപ്പാക്കുക, പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്ന രീതിയിൽ സാമ്പത്തിക വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുക. ഇതൊക്കെയാണ് FRBMA 2024 മുമ്പോട്ട് വെച്ചിട്ടുള്ള അഡ്വൈസുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ FRBMA ആയി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നോട്ട് എഴുതി വെക്കുക. ആ നോട്ട് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, എന്താണെന്നൊന്ന് മനസ്സിലാക്കുക FRBMA. ഓക്കെ, പിന്നീട് നമ്മൾ ഇനി പറയാൻ പോകുന്നത് GST ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കഴിഞ്ഞ എക്സാമിന് ഒരു UPയുടെ ഒക്കെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം GSTയെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം GST വരുന്നത് 2017 ജൂലൈ 1-നാണ് അല്ലെ. നിലവിൽ വന്നത് കെയിം ഇൻ ടു ഫോഴ്സ് 2017 ജൂലൈ 1-നാണ് എന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം വിതരണ ശൃംഖലയിൽ നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക്കൽ സിസ്റ്റത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഒന്നാണ് GST എന്ന് പറയുന്നത്. അത് ഇൻപുട്ട്, അതായത് നമ്മുടെ വിതരണ ശൃംഖലയിലെ ഇൻപുട്ട് ക്രെഡിറ്റ് ടാക്സ് സൗകര്യമുള്ള നികുതിയാണ് GST എന്ന് പറയുന്നത്. അപ്പം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പോയിന്റാണ്. അത് GST ആയിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കുമ്പം മനസ്സിലാക്കണം. വിതരണ ശൃംഖലയിലെ ഇൻപുട്ട് ക്രെഡിറ്റ് ടാക്സ് സൗകര്യമുള്ള ഒരു നികുതിയാണ് GST എന്ന് പറയുന്നത്. അപ്പം GST ഒരു മൂല്യവർദ്ധിത നികുതിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് നിർമ്മാണം മുതൽ വിൽപ്പനയിലെ ഓരോ ഘട്ടത്തിലും മൂല്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് മൂല്യവർദ്ധിത നികുതി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 4 പ്രധാനപ്പെട്ട നികുതി നിരക്കുകളാണ് നമ്മുടെ GSTയിലുള്ളത്. ആ 4 നികുതി നിരക്കുകൾ കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 5%, 12%, 18%, 28%, ഇങ്ങനെ 4 നിരക്കുകളാണ് നമ്മുടെ GSTയിലുള്ളത്. തുടക്ക സമയത്ത് 6 എണ്ണം ഉണ്ടായിരുന്നു. അത് 0, അതുപോലെ 3, 5, 12, 18, 28 ഇങ്ങനെയായിരുന്നു വരുന്നത്. അതിനകത്ത് 0 കളഞ്ഞു. പിന്നീട് വരുന്നത് അതുപോലെ 3 കളഞ്ഞു. പിന്നുള്ളത് 5, 12, അതുപോലെ 18, 28%കളിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട GSTയുടെ നികുതി നിരക്കുകൾ. 4 നികുതി നിരക്കുകളാണുള്ളത്. തുടക്കത്തിൽ 6 എണ്ണം ഉണ്ടായിരുന്നു എന്ന് പഠിക്കണം. ഓക്കെ, പിന്നീട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കി വേണ്ട, നമ്മൾ എന്താ പറയുക, സോഷ്യൽ സയൻസ് ടീച്ചർ എന്ന നിലയിലല്ല, നമ്മൾ ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റും അതുപോലെ ബാലൻസ് ഓഫ് ട്രേഡ് എന്താണെന്ന് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ന്യൂസ് പേപ്പറുകളിലൊക്കെ നമ്മൾ വരികയും നമ്മൾ കാണിയെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. എന്താണെന്ന് നമുക്ക് ചിലർക്കൊന്നും അറിയത്തില്ലാത്തൊരു സംഭവമായിരിക്കും. ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അടവ് ശിഷ്ടം എന്നാണ് മലയാളത്തിൽ. അടവ് ശിഷ്ടം അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണെന്ന് നോക്കിയാൽ, ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് ഒരു വർഷത്തിനിടയിൽ നടത്തിയ എല്ലാ ചരക്ക് സേവന ആസ്തി കൈമാറ്റങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും സംക്ഷിപ്ത രേഖയാണ് BOP, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്, അടവിഷ്ടം എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യവും
നമ്മുടെ ഇന്ത്യ തന്നെ എടുത്തു. നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ഒരു നിശ്ചിത കാലയളവിലെ ആ ഒരു കാലയളവുണ്ട്. ആ കാലയളവ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് 3 മാസം, 6 മാസം അല്ലെങ്കിൽ 1 വർഷം. ആ കാലയളവിലെ ഒരു രേഖയാണ് എന്തെന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അത് ഒരു രാജ്യത്തേക്ക് എത്ര പണം വരുന്നു അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് എത്ര പണം പുറത്തേക്ക് പോകുന്നു എന്നതിനെ കാണിക്കുന്നതാണ് അടവിശിഷ്ടം അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, അപ്പം അതിൻ്റെയൊക്കെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും വിദേശ സഹായം, പണമയക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വരുന്നുണ്ട്. സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, അതിൻ്റെയൊക്കെ കയറ്റുമതിയും ഇറക്കുമതിയും, അതുപോലെ വിദേശ സഹായം, പണമയക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്, അടവിശിഷ്ടത്തിൽ വരുന്നുണ്ട്. ഇതിനകത്ത് ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രധാനമായിട്ടും 2 അക്കൗണ്ടുകളുണ്ട്. ഒന്ന് കറണ്ട് അക്കൗണ്ട്, അതുപോലെ തന്നെ മൂലധന അക്കൗണ്ട്. നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, വ്യാപാര ശിഷ്ടം എന്താണെന്നാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിശ്ചിത കാലയളവിൽ ഒരു രാജ്യത്തെ ജനങ്ങളും വിദേശ രാജ്യങ്ങളിലെ ജനങ്ങളും തമ്മിൽ നടത്തുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ക്രമമായിട്ടുള്ള രേഖയാണ് അടവുശിഷ്ടം എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ പഠിക്കേണ്ടത് മറ്റൊരു കാര്യമാണ് വ്യാപാര ശിഷ്ടം, ബാലൻസ് ഓഫ് ട്രേഡ്. ബോട്ട് എന്ന് പറയും ബാലൻസ് ഓഫ് ട്രേഡ്. അതായത് അതെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു രാജ്യത്തെ ദൃശ്യ ഇറക്കുമതിയുടെയും മൂല്യവും അതുപോലെ ദൃശ്യ കയറ്റുമതികളുടെ മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ബോട്ട് എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് ട്രേഡ്. തിരിഞ്ഞു പോകരുത്. ചരക്കുകളുടെ കയറ്റുമതി എന്നത് വ്യാപാരശിഷ്ടത്തിലേക്കുള്ള വരവാണ്. ചരക്കുകളുടെ ഇറക്കുമതി ചെലവാണ്. അതുകൊണ്ടാണ് ഇതിനെ വ്യാപാര ശിഷ്ടം എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ കയറ്റുമതി ചെയ്ത സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യവും ഇറക്കുമതി ചെയ്ത സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്, വ്യാപാര ശിഷ്ടം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് കണക്കാക്കുന്നത്. സാധാരണയായിട്ട് 1 വർഷമാണ്. അതായത് ഒരു രാജ്യം വിദേശ രാജ്യങ്ങളിലേക്ക് വിൽക്കുന്ന സാധനങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പണവും വിദേശ രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പണവും തമ്മിലുള്ള വ്യത്യാസത്തെ നമുക്ക് ലളിതമായിട്ട് എങ്ങനെ വിശേഷിപ്പിക്കാം, വ്യാപാര ശിഷ്ടം അല്ലെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് വിശേഷിപ്പിക്കാം. ലളിതമായിട്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഒരു രാജ്യം വിദേശ രാജ്യങ്ങളിലേക്ക് വിൽക്കുന്ന സാധനങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പണവും വിദേശ രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പണവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തുള്ള ഒരുപാട് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റുകൾ അല്ല, ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ഹോസ്പിറ്റലുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇല്ല. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരും നഴ്സുമാര്, എഞ്ചിനീയർമാര്, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സേവനങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ, ഹോസ്പിറ്റലുകളിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് വ്യാപാര ശിഷ്ടം മനസ്സിലാക്കാൻ, ബാലൻസ് ഓഫ് ട്രേഡ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വ്യാപാര ശിഷ്ടം എങ്ങനെ കാണാം, കയറ്റുമതിയുടെ മൂല്യത്തിൽ നിന്നും ഇറക്കുമതിയുടെ മൂല്യം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ബാലൻസ് ഓഫ് ട്രേഡ്, വ്യാപാര ശിഷ്ടം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. വ്യാപാര ശിഷ്ടവും നമുക്ക് വ്യാപാര മെച്ചമെന്നും വ്യാപാര കമ്മിയെന്നും അതുപോലെ സന്തുലിതാവസ്ഥ എന്നൊക്കെ നമുക്ക് 3ആയിട്ടൊക്കെ തിരിക്കുകയൊക്കെ ചെയ്യാം. അതിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. അടവുശിഷ്ടം എന്താണ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണ്, വ്യാപാര ശിഷ്ടം, ബാലൻസ് ഓഫ് ട്രേഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ് ബ്രെട്ടൻ വുഡ് സമ്പ്രദായം. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അന്താരാഷ്ട്ര നാണയ വിനിമയത്തിനും സാമ്പത്തിക ബന്ധങ്ങൾക്കും മറ്റൊരു സ്ഥിരത നൽകുന്നതിനായിട്ട് 1944 നിലവിൽ വന്നൊരു സംവിധാനമാണ് ബ്രെട്ടൻ വുഡ് സമ്പ്രദായം. 44 രാജ്യങ്ങളിലെ പ്രതിനിധികളൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു IMF-ന്റെയും വേൾഡ് ബാങ്കിന്റെയും ഒക്കെ രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ ഈ ബ്രെട്ടൻ വുഡ് സമ്പ്രദായത്തിലായിരുന്നു ഇരട്ടകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ IMF-ഉം വേൾഡ് ബാങ്കും ഒക്കെ ഈ ബ്രെട്ടൻ വുഡ് സമ്മേളനത്തിലായിരുന്നു രൂപം കൊണ്ടത്. അതുപോലെ തന്നെ അതിന്റെ US ഡോളർ അടിസ്ഥാന കറൻസി ആയിട്ട്, ഇതിന്റെയൊക്കെ IMF-ന്റെ വേൾഡ് ബാങ്കിന്റെയൊക്കെ അടിസ്ഥാന കറൻസി ആയിട്ട് US ഡോളർ വന്നതും ബ്രെട്ടൻ വുഡ് സമ്പ്രദായത്തിലാണ്, ആ ഒരു സമ്മേളനത്തിലാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്താണെന്നും ഒന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് എന്ന് പറയുന്നത് IMF 1969 സ്ഥാപിച്ച ഒരു അന്താരാഷ്ട്ര കരുതൽ ആസ്തിയാണ്. അന്താരാഷ്ട്ര ദ്രവ്യത വർദ്ധിപ്പിക്കുക, വിദേശ നാണയ കരുതൽ ശേഖരത്തെ സഹായിക്കുക, അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥിരതയെ പിന്തുണയ്ക്കുക, ഇതൊക്കെയായിരുന്നു ഈ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് കൊണ്ട് IMF ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊന്നും ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. 1969 ഇത് കൊണ്ടുവരുന്നത്. ബ്രെട്ടൻ വുഡ് സമ്പ്രദായം 1944 വരുന്നത്. 44 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇത് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ,
അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആ ടെക്സ്റ്റിൽ +2ൻ്റെ ടെക്സ്റ്റ് +1 +2 ടെക്സ്റ്റ് നമ്മൾ ഫുള്ള് കവർ ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് +1 +2 ടെക്സ്റ്റുകൾ നമ്മൾ എക്കണോമിക്സ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പോലും നമ്മൾ വിട്ടുപോയിട്ടില്ല. എല്ലാ കാര്യങ്ങളും +1ലെയും +2ൻ്റെയും മൈക്രോ എക്കണോമിക്സും നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ സിലബസിനകത്ത് വരാതിരുന്നുള്ളൂ. അതിനകത്ത് ഞാൻ പറഞ്ഞു ഡെമോഗ്രഫി, നമ്മുടെ കേരളത്തിലെ എക്കണോമിക് സിസ്റ്റം കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ മാത്രം. അത് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ഒറ്റ ക്ലാസ് കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നിലവിൽ നമ്മൾ പഠിക്കാതിരുന്നിട്ടുള്ളൂ. അത് നമുക്ക് ആ വരുന്ന ക്ലാസ്സിൽ ഒറ്റ ക്ലാസ് കൊണ്ട് അത് തീർക്കുകയും ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ +1 +2 എക്കണോമിക്സ് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലാസ്റ്റ് ഒരു പ്രധാനപ്പെട്ട 6 ക്വസ്റ്റ്യൻസുകൾ കൂടി നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യുകയാണ്. 6 ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു 6 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: GDP-യുടെ ഘടക ചിലവ് എന്ന് പറയുന്നത്. ഉത്തരം കൊടുത്തിട്ടുണ്ട്, നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. GDP മാർക്കറ്റ് പ്രൈസ് അല്ല, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് അറ്റ പരോക്ഷ നികുതിയാണ് GDP-യുടെ ഘടക ചിലവ് എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ GDP-യുടെ ഘടക ചിലവിന് ഉത്തരം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് അറ്റ പരോക്ഷ നികുതി. ഇതൊക്കെ നമ്മൾ ആൾറെഡി GDP എന്ന് പറയുന്ന ആ ഒരു വലിയ ചാപ്റ്റർ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ എടുത്ത ചാപ്റ്ററാണ്, അതിൽ നോക്കുക. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിന്റെ വിതരണം കുറയ്ക്കുന്നത് എന്താണ്? അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ 4 ഓപ്ഷൻ ഒക്കെ ഉണ്ട്. സമയം ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഉത്തരം എഴുതി വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം, എന്നിട്ട് വേണം നോക്കാൻ. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിന്റെ വിതരണം കുറയ്ക്കുന്നത് എന്താണെന്ന് വേണമെങ്കിൽ 4 ഓപ്ഷൻ തരാം. അതിനകത്ത് ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. ഇപ്പം ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുമ്പോൾ എന്ത് ചെയ്യും? സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിന്റെ വിതരണം കുറയും. ഇപ്പം 4 ഓപ്ഷൻസ് വേറെ കാണും. ഓക്കെ. അതുപോലെ റിപ്പോ റേറ്റിനെ കുറിച്ച് ശരിയായത് ഇത്. അവിടെ 4 കാര്യങ്ങൾ പ്രസ്താവന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതിനകത്ത് 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റിപ്പോ റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായത് 4 കാര്യങ്ങൾ: എപ്പോഴും ബാങ്കിന്റെ റേറ്റിൽ കുറവായിരിക്കും, വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതായിരിക്കും, ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു, ഈടാക്കുമ്പോൾ പാർശ്വത്വങ്ങൾ ഉണ്ടാകില്ല. ഇത് 4 റിപ്പോ റേറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് റിപ്പോ റേറ്റ് എന്താണെന്ന്, അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി എന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ മുഴുവൻ ചിലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാതെ പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണം, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ: ഫാക്ടർ വിലയ്ക്ക് NNB കാണുക. NNB-യുടെ വിപണി വില 5000 കോടിയാണ്, പരോക്ഷ നികുതി 400 കോടിയാണ്, സബ്സിഡി 200 കോടിയാണ്. ഫാക്ടർ വിലയ്ക്ക് NNB കാണുക എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൾറെഡി ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 4800 കോടി കിട്ടും. എങ്ങനെയാണ് നിങ്ങൾ കിട്ടിയതെന്ന് നിങ്ങൾ ആ ക്ലാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്: ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ RBI ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ബാങ്ക് നിരക്ക്, വേരിയബിൾ റിസർവ് ആവശ്യങ്ങൾ, തുറന്ന വിപണി പദ്ധതികൾ എല്ലാം ശരി. ഇപ്പൊ ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ RBI ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇതെല്ലാം ശരിയാന്നുള്ളതാണ്. അപ്പം ഓൾ ദി അബോവ് ആണ് അതിനകത്ത് ആൻസർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളാണ്, എക്കണോമിക്സിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അപ്പം +1 +2 ടെക്സ്റ്റ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇത്. അപ്പം ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആ സിലബസിലെ എക്കണോമിക്സിലെ സിലബസിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനുള്ളൂ. അപ്പോൾ അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.